അപ്പോൾ സൈലം പോലത്തെ കമ്പനി കേരളത്തിലെ GDP-നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായി വരാണ്. അപ്പോൾ കേരള ആസ് എ സ്റ്റേറ്റ് ഓൺടർപ്രണേഴ്സിനെ സപ്പോർട്ട് ആവുന്നുണ്ടോ, ഓർ വാട്ട് നീഡ്സ് ടു ചേഞ്ച്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പൊ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കയറി വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് അതൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ആ ഒരു സ്ട്രീമിൽ വന്ന ആളെ അല്ലായിരുന്നു. കാര്യം ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ അല്ല ഇത് തുടങ്ങിയിട്ടുള്ളത്. സൈലം എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്ന രീതിയിലേ അല്ലേ വന്നിട്ടുള്ളത്. എനിക്ക് ടീച്ചിങ്ങിൽ ഭയങ്കര ഇഷ്ടമുണ്ട്. കുട്ടികളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയായ ഒരു കാര്യം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മറ്റുള്ളവരും ആ വളർച്ച ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അവർ നമ്മുടെ കൂടെ നിൽക്കുന്നു. അപ്പൊ അതങ്ങനെ പോയാണ് ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ ഡിഫിനിഷനിലൊക്കെ വന്നത്. റവന്യൂ, എബിട്ട, ഇതൊക്കെ ഇപ്പൊ വന്ന സാധനങ്ങളാണ്. പണ്ട് ഇതൊന്നും ഞാൻ നോക്കിയിട്ടല്ല ഇതൊന്നും തുടങ്ങിയത്. കിട്ടുന്നത് വെച്ചിട്ട് നടത്തിക്കൊണ്ടുപോകാന്നുള്ള മൈൻഡ് സെറ്റിലാണ് തുടങ്ങിയ പോലും. പക്ഷെ ഇപ്പം ഇറ്റ്സ് ഗ്രോയിങ് ലൈക്ക് ഒരു ബിസിനസ് ഒരു ആസ്പെക്ടിലേക്കൊക്കെ പോകുന്നു. പോകാൻ പോകുന്ന ഒരു ഫോം ആയിട്ട് മാറുന്നു. ലൈക്ക് PW, ലൈക്ക് ഞങ്ങൾ ഇതല്ല PW എന്ന കമ്പനി വി ടുഗദർ വിൽ ഗോ ഫോർ IPO എന്നുള്ള രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്. I mean, that's a huge. I mean, in the second terms, it's getting a lot of wealth creators. ഇവിടെയുള്ള ഈ സോപ്സിലുള്ള ആൾക്കാർക്കാണെങ്കിലും has a lot of wealth creating and can even pay it forward back to the community. ഇപ്പൊ നാളെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ they can become investor in that thing. അപ്പൊ അതിനൊക്കെ ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് അല്ലേ? അതെ, ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ്. അപ്പം കേരള ആസ് സച്ച് നമുക്ക് മൊത്തം ഫുൾ സപ്പോർട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. നമ്മളെ കേരളമാണല്ലോ നമ്മൾ ഇത്രയും വളർത്തിയത്. കാര്യം ഞാൻ എപ്പോഴും പറയും, മലയാളീസ് ഒരു ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത്രയും അങ്ങനെ നമുക്ക് അവരുടെ കൂടെ നിന്നാൽ മാത്രമേ അവർ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ട്രസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, സൈലുമായിട്ട് കണക്റ്റഡ് ആണ്, ഇമോഷണലി കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ലൈക്ക് കേരളം നമ്മളെ ഏറ്റെടുത്ത് തന്നെയാണ് മുമ്പോട്ട് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നത്. ഏത് രീതിയിലായാലും ആരുടെ കാര്യങ്ങളായാലും നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇവിടുന്ന് എന്ത് ചെയ്തിട്ടില്ല. കേരളം ആയതുകൊണ്ട് ഉണ്ടായിട്ടില്ല. കേരളം ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളർന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.